എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ യുകെയിൽ ഞാനിവിടെ ഒരു ബാൻഡ് 5 NHS രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബാൻഡ് 5 നേഴ്സിന് ഇവിടെ എത്ര സാലറി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ പുതിയതായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ വഴി ഞങ്ങൾ യുകെനെ കുറിച്ചുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും അതുപോലെ തന്നെ ചില ഇൻഫർമേറ്റീവ് വീഡിയോസൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് അത് ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനു മുമ്പ് ആദ്യം തന്നെ നമുക്ക് പേ സ്ലിപ്പിനെ കുറിച്ചൊന്ന് ഞാൻ പറയാം. നമ്മുടെ യുകെയിലെ പേ സ്ലിപ്പ് നമുക്കറിയാം. ഇതിൽ നമുക്ക് ഹോളായിട്ടൊരു എമൗണ്ട് അല്ല പറയുന്നത്. അതിന് പകരം നമുക്ക് നമുക്ക് നോർമലി നമുക്ക് എത്ര കിട്ടും, അതല്ലാതെ നമുക്ക് ബാങ്ക് ഹോളിഡേയിൽ വർക്ക് ചെയ്തിട്ട് എത്ര കിട്ടി, സാറ്റർഡേയിൽ എത്ര കിട്ടി, സൺഡേ വർക്ക് ചെയ്തിട്ട് എത്ര കിട്ടി, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മുടെ ഏണിങ്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡിഡക്ഷനിലും നമ്മുടെ നാഷണൽ ഇൻഷുറൻസും അതുപോലെ തന്നെ പേ ഡിഡക്ഷനും എത്രയൊക്കെയാണ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഏറ്റവും അവസാനം ലാസ്റ്റാണ് നമ്മുടെ ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിൽ എത്ര സാലറി കിട്ടുമെന്ന് കൊടുത്തിട്ടുണ്ടാവുക. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പേ സ്ലിപ്പ് ഒന്ന് ഹോളായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കയ്യിൽ സാലറി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കണം നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ. ഇപ്പം ഞങ്ങളുടെ ട്രസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാസം നമ്മൾ സാറ്റർഡേ സൺഡേ അതുപോലെ ബാങ്ക് ഹോളിഡേയ്സ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഏണിങ്സ് നമുക്ക് കയറുന്നത് നെക്സ്റ്റ് മന്തിലെ സാലറിയിലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഓരോരുത്തർ നമുക്ക് സാലറി കയറുന്നത്. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അയ്യോ ഞാനൊരു ബാങ്ക് ഹോളിഡേ ഈ മന്ത് വർക്ക് ചെയ്തായിരുന്നല്ലോ, അതിൻ്റെ സാലറി കയറിയില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അത് ആക്ച്വലി നമുക്ക് അടുത്ത മാസത്തെ ഇതിനകത്താണ് കയറുന്നത്. ഇതെന്നോട് ഒരുപാട് പേര് ഇപ്പം പുതിയതായിട്ട് വന്ന കുറച്ച് പേരൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചായിരുന്നു, അതെന്താ ഇങ്ങനെ സാലറി ഇതുപോലെ ഞങ്ങൾ വർക്ക് ചെയ്തത് അതിൻ്റെ കയറിയിട്ടില്ലല്ലോ എന്നൊക്കെ. അപ്പം അതിൻ്റെ ആൻസറാണിത്. നമുക്ക് ഈ ബാങ്ക് ഹോളിഡേയിലൊക്കെ നമ്മൾ ഈ ഒരു മാസം വർക്ക് ചെയ്ത് നമുക്ക് അടുത്ത മാസത്തേക്കാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ അടുത്ത മാസം കയറിയിട്ടില്ല എങ്കിൽ നമ്മളത് പേറോളിലോ അതല്ലെങ്കിൽ നമ്മുടെ ലൈൻ മാനേജറൊക്കെ കോൺടാക്ട് ചെയ്തത് സോർട്ട് ഔട്ട്. അപ്പം അതല്ലാണ്ട് ഞാൻ ഇതിന് കഴിഞ്ഞ മാസം കുറച്ച് സാറ്റർഡേ ഡ്യൂട്ടീസും അതുപോലെ സൺഡേ ഡ്യൂട്ടീസും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ സാറ്റർഡേ സൺഡേ ഡ്യൂട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സാറ്റർഡേ ഡ്യൂട്ടീസ് നമ്മളിവിടെ ചെയ്യുമ്പോൾ നമുക്ക് 30% എക്സ്ട്രാ വരുന്നത്. അതായത് എനിക്ക് അതിനൊരു 49 പൗണ്ട് എക്സ്ട്രാ കയറി. സൺഡേ ഡ്യൂട്ടി ചെയ്യുമ്പം 99 പൗണ്ട്, ഏകദേശം 100 പൗണ്ടിന് അടുത്തോടെ നമുക്ക് എക്സ്ട്രാ കിട്ടും. അപ്പോൾ അതാണ് വീക്കെൻഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ്. സാറ്റർഡേ സൺഡേയിൽ നമുക്ക് ഇതുപോലെ 30-60% നമുക്ക് എക്സ്ട്രാ കിട്ടും. അതിൽ നമ്മുടെ ബാങ്ക് ഹോളിഡേയിലും സൺഡേയിലും ഒരുപോലെയാണ്. സാറ്റർഡേസ് നൈറ്റൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഒരുപോലെയാണ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന മണി. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ടോട്ടൽ ഏണിങ്സ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏൺ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഡിഡക്ഷൻ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ചിലർ ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടീസ് മാത്രമേ ചെയ്യുന്നത്, അല്ലെങ്കിൽ വീക്കെൻഡ് മാത്രം അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു 3500 ഒക്കെ നമുക്ക് ടോട്ടൽ സാലറി വരാറുണ്ട്. അതായത് ഞാൻ പറഞ്ഞ നൈറ്റും വീക്കെൻഡും ഒക്കെ മാത്രം ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കട്ട് എന്ന് പറയുന്നത് ഇതിലും കൂടുതലായിരിക്കും അവർക്ക് ഡിഡക്ഷൻ വരുന്നത്. അപ്പം അവരുടെ കയ്യിൽ ഏകദേശം ഒരു 2000 എബോവ് അവർക്ക് എന്താണെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഡിഡക്ഷൻ കഴിഞ്ഞിട്ട്. ഇപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും സൺഡേ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ മൺഡേ ട്യൂസ്ഡേ വീക്ക് ഡേയ്സ് ആണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയാണ് എൻ്റെ ഏണിങ്സ് വരുന്നത്. അതല്ലാണ്ട് നമ്മളിനി ബാങ്ക് ഹോളിഡേയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് എക്സ്ട്രാ കിട്ടും. അപ്പോൾ ഈ പേ സ്ലിപ്പിൽ പറഞ്ഞാൽ എൻ്റെ നോർമൽ ഒരു പേ സ്ലിപ്പാണ്. ഞാനിപ്പോൾ ബാങ്ക് ഡ്യൂട്ടീസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതല്ലാതെ ഇപ്പോൾ നമ്മൾ ബാങ്ക് ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഈ ഒരു മന്ത്ലി ഇതിൻ്റെ കൂടെ അല്ല നമുക്ക് അതിൻ്റെ സ്ലിപ്പ് വരുന്നത്. അതിൻ്റെ സാലറി സ്ലിപ്പ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പം ഈ ആഴ്ച ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് അടുത്ത ആഴ്ചയായിട്ട് അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈമിലാണ് നമുക്ക് വീക്കിലിയാണ് ബാങ്ക് ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ സാലറി നമുക്ക് കിട്ടുന്നത്. ഇപ്പം അതല്ലാതെ നമുക്ക് ആ സാലറിയിൽ നിന്ന് നമുക്ക് ഡിഡക്ഷൻ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ബാങ്ക് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാലറിയിൽ നിന്ന് നമുക്ക് കട്ടായി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ സാലറി നമുക്ക് ഇടുന്നത്. അപ്പം നമ്മൾ ഏൺ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിവിടെ എല്ലാത്തിൽ നിന്നും ഡിഡക്ഷനും പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സാലറി എന്ന് പറയുമ്പം ഇത് ഓരോ ട്രസ്റ്റിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അത് മാത്രമല്ല ഇപ്പം നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചും ചിലപ്പോൾ സാലറിയിൽ വ്യത്യാസം വരും. ഇപ്പം ഫസ്റ്റ് നമുക്ക് കയറുമ്പം ഒരു എമൗണ്ട് ആയിരിക്കും, നമുക്ക് ഇത്ര അവർ ആയിരിക്കും നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. അതനുസരിച്ച് നമുക്ക് പെർഫോമൻസ് അപ്രൈസലും അതല്ലാതെ നമ്മൾ ഇയർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചെറുതായിട്ട് സാലറിയിലൊരു വ്യത്യാസമൊക്കെ വരും. ഒത്തിരി എമൗണ്ടൊന്നും വ്യത്യാസം വരില്ല, ചെറുതായിട്ടൊരു വ്യത്യാസം വരും. അതല്ലാണ്ട് നമുക്കിപ്പോൾ നാട്ടിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ തിരിച്ച് നമ്മൾ ആദ്യം ഇവിടെ കയറുമ്പോൾ അത് കണക്ക് കൂട്ടില്ല എങ്കിലും പിന്നീട് അതിന് ചെറിയൊരു കൺസിഡറേഷനൊക്കെ നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസിൻ്റെ ഇതിലും കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇതാണ് എൻ്റെ ഈ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ എനിക്ക് ഇവിടെ കിട്ടിയൊരു സാലറി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഓരോ മാസവും വ്യത്യാസമായിരിക്കും. ഇത് നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഓരോ തവണയും നമ്മൾ ചെയ്യുന്ന, അതായത് എടുക്കുന്ന ഡ്യൂട്ടിയുടെ അനുസരിച്ച് നമുക്കിതുപോലെ എമൗണ്ട് വ്യത്യാസം വരും. ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ സൺഡേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു എമൗണ്ട് വരും. അതല്ലാതെ ഇപ്പോൾ ചില ദിവസം നൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അങ്ങനെ ഓരോ തവണയും നമുക്ക് വ്യത്യാസം, അതായത് ഡിഫറൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ ഡിഡക്ഷനും വ്യത്യാസം വരും. നമ്മളെ ഏർണിങ്സിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഡിഡക്ഷൻ വരുന്നത്. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പേ സ്ലിപ്പിൽ നമുക്ക് സാലറി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. നമുക്ക് ഇതുപോലെ നോർമൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് മന്ത് നമ്മൾ ചെയ്ത സൺഡേസിൻ്റെയും ബാങ്ക് ഹോളിഡേയ്സിൻ്റെയൊക്കെ എമൗണ്ട് കയറിയിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല നമ്മൾ ഡ്യൂട്ടി റോസ്റ്ററുകളും ഇതുപോലെ ചെക്ക് ചെയ്യണം. നമുക്ക് ചില ഡ്യൂട്ടി റോസ്റ്ററിൽ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ ചെയ്ത ഡ്യൂട്ടീസ് ഫൈനലൈസ് ആയിട്ട് പേറോളിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. പലരും ഇത് ചിലപ്പോൾ മറന്നു പോകും, അല്ലെങ്കിൽ പലർക്കും ഇത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് സാലറിയിൽ കുറച്ചും കൂടി ഒരു ഇൻക്രിമെൻ്റ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ മാക്സിമം അല്ല, കുറച്ച് നൈറ്റ് ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ വീക്കെൻഡിലൊക്കെ, ഇവിടെ ഉള്ളവർ പൊതുവെ വീക്കെൻഡ്സിലൊന്നും വർക്ക് ചെയ്യാൻ അത്ര താല്പര്യപ്പെടാറില്ല. പക്ഷേ എങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മൾ വീക്കെൻഡൊക്കെ എടുക്കാൻ നോക്കും. അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഓവർ ടൈം ഡ്യൂട്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ട്രസ്റ്റിലും വ്യത്യാസമുണ്ട് ഈ ഓവർ ടൈമിനൊക്കെയുള്ള സാലറീസ്. അപ്പോൾ ചില ട്രസ്റ്റിൽ സെയിം നമ്മൾ നോർമൽ ചെയ്യുന്ന അവർലി പേ തന്നെയായിരിക്കും തരുന്നത്. പക്ഷേ ചില ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പേയ്മെൻറ്റ് കൊടുക്കുന്ന ട്രസ്റ്റുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ ട്രസ്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ നമുക്ക് സാലറി ഇതുപോലെ നമുക്ക് നമ്മുടെ നോർമൽ ഷിഫ്റ്റ് അവേഴ്സ് അല്ലാതെ നമുക്ക് എക്സ്ട്രാ 20 അവേഴ്സൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഏജൻസി ഡ്യൂട്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ബാങ്ക് ഡ്യൂട്ടീസ് എന്ന് പറയുമ്പം നമ്മുടെ നോർമൽ അവേഴ്സ് അല്ലാണ്ട് എക്സ്ട്രാ അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നതിനെയാണ് ബാങ്ക് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ബാങ്ക് ഡ്യൂട്ടി നമ്മുടെ സെയിം വാർഡിൽ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് മറ്റു വാർഡുകളിലും പോയി വർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയുള്ള വേറെ വാർഡുകളിലും നമുക്ക് പോയി വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വാർഡിലെയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനൊക്കെ അത് ഉപകാരപ്പെടും. അപ്പോൾ ഈ ബാങ്ക് ഡ്യൂട്ടി ചെയ്യുമ്പം അതേപോലെ തന്നെ ഇത് നമുക്ക് വേറെ സ്ഥലങ്ങളിലും പോയി ചെയ്യാം. അതായത് കെയർ ഹോംസിലൊക്കെ നമുക്ക് പോയി നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതല്ലാതെ വരുന്ന അടുത്ത ഓപ്ഷനാണ് ഏജൻസി ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഏജൻസി ഡ്യൂട്ടിക്ക് പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല കൂടുതലാണ്. നമ്മൾ സാധാരണ നമുക്ക് കിട്ടുന്ന ഒരു അവർലി പേയ്മെൻ്റ് അല്ല. ചിലതിനൊക്കെ 30 പൗണ്ടും 40 പൗണ്ടൊക്കെ നമുക്ക് അവർലി പേയ്മെൻറ്റ് ഏജൻസി ഡ്യൂട്ടീസ് കിട്ടാറുണ്ട്. അപ്പോൾ ഏജൻസി ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ വേറെ ഹോസ്പിറ്റൽസിലായിരിക്കും. നമ്മളൊരു ഏജൻസിയുടെ അണ്ടറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് ഓരോ ഹോസ്പിറ്റലിൽ വേക്കൻസീസ് വരുമ്പോൾ നമുക്ക് അവിടെ ആ ഡ്യൂട്ടി വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പം ചിലപ്പോൾ നമുക്ക് അടുത്ത ഹോസ്പിറ്റലായിരിക്കും, ചിലപ്പോൾ കുറച്ച് ദൂരെയൊക്കെ ഉള്ളവർ സ്ഥലത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ പോയി നമുക്ക് എടുക്കാം. അപ്പോൾ കൂടുതൽ നമുക്കത് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയുന്നവർക്ക് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ പറ്റുന്നവർക്കാണ് അങ്ങനെ ഏജൻസി ഡ്യൂട്ടീസൊക്കെ ചെയ്യാൻ എളുപ്പം. അപ്പോൾ അങ്ങനെയും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് സാലറിയിൽ ഒരു കൂടുതൽ നമുക്ക് സാലറി ഏൺ ചെയ്യാനായിട്ട് അങ്ങനെയും പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് എൻ്റെ സാലറിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ സാലറി മാത്രമല്ല, ഇതുപോലെ തന്നെ സാലറി ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള വഴികളും ഒക്കെ ഞാൻ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏജൻസി ഡ്യൂട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതലും എല്ലാവരും ചെയ്യുന്നത് നമ്മളൊന്ന് പെർമനൻ്റ് ഒക്കെ ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏജൻസി ഡ്യൂട്ടിയിലോട്ടൊക്കെ ഷിഫ്റ്റ് ആവാറ്. അതുവരെ എല്ലാവരും ബാങ്ക് ഡ്യൂട്ടീസും കാര്യങ്ങളിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അതല്ലാതെ കെയർ ഹോമിലും പോയി നമ്മൾ എക്സ്ട്രാ ഷിഫ്റ്റൊക്കെ എടുത്ത് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.